Hi all, so welcome to our channel BK808 Cricket Fever. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ IPL 65th മാച്ചാണ്. രാജസ്ഥാൻ വേഴ്സസ് പഞ്ചാബ് കിങ്സ് ആണ്. സോ അതിലെ പിച്ച് റിപ്പോർട്ടും പിന്നെ പ്ലേയിങ് 11 അതിൻ്റെ പോയിന്റ് ടേബിൾ എന്താണ്, അതിൻ്റെ ബെസ്റ്റ് പിക്സ് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ച് നടക്കുന്നത് 7:30 ഗുവാഹട്ടിയിൽ വെച്ചാണ് കളി നടക്കുന്നത്. സോ മാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. സോ ഇന്നത്തെ വെന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുവാഹട്ടി ബർസബാറ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അവിടുത്തെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചാണ്. ബൗളേഴ്സിന് വളരെ ഹെൽപ്പ് കിട്ടുന്ന ഒരു പിച്ചല്ല, ഒട്ടും ഹെൽപ്പ് കിട്ടുന്ന ഒരു പിച്ചല്ല. എന്നാലും വിക്കറ്റ് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഓപ്പണിംഗ് ബോളിംഗ് ബാറ്റിംഗ് വളരെ ശക്തമായി തന്നെ പോകാൻ പറ്റുന്ന ഒരു പിച്ചാണ്. കാരണം ഒരു ഫ്രഷ് വിക്കറ്റാണ്, അതുപോലെ തന്നെ ഹൈ സ്കോറിംഗ് ഗ്രൗണ്ടാണത്. പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ ഡ്യൂ ഫാക്ടർ വളരെ കാരണമായ ഒരു ഇതായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരിക്കും ടോസ് കിട്ടുന്ന ടീം പ്രിഫർ ചെയ്യുക. ഇവിടുത്തെ ഒരു ഈ വെന്യൂവിലെ ഒരു ടോട്ടൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ആകെ 2 മാച്ചസാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ പഞ്ചാബിൻ്റെ കൂടെയും ഡൽഹിയുടെ ആയിരുന്നു 2 മാച്ചസ് നടന്നിട്ടുള്ളത്. രാജസ്ഥാൻ്റെ രണ്ടും ഫസ്റ്റ് ബാറ്റ് ചെയ്തവരാണ് ജയിച്ചത്. ഒരു മാച്ചിൽ രാജസ്ഥാൻ ജയിച്ചപ്പോൾ ഒരു മാച്ചിൽ പഞ്ചാബാണ് ജയിച്ചത്. ഇവിടുത്തെ ടോട്ടൽ ഒരു സ്കോർ എന്ന് പറയുന്നത് 190 എബോവ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ച് തന്നെയാണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 198 ആണ്. പിന്നെ ഹയസ്റ്റ് സ്കോർ 199 ആണ്. അതുപോലെ ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഡൽഹി പിന്നെ രാജസ്ഥാനോട് ചേസ് ചെയ്ത 142.49 ആണ്. സോ നമുക്ക് ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ഒരു മാച്ചസിൻ്റെ ഒരു റിവ്യൂ നോക്കുകയാണ് എങ്കിൽ ഫസ്റ്റ് മാച്ച് നടന്നത് പഞ്ചാബും രാജസ്ഥാനും തമ്മിലായിരുന്നു. പഞ്ചാബാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. പഞ്ചാബ് ബാറ്റ് ചെയ്തപ്പോൾ 197 for 4 ആണ് എടുത്തത്. അതിൽ പഞ്ചാബ് തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നു, 5 റൺസിന് വിജയിച്ചായിരുന്നു. രാജസ്ഥാന് ആ സ്കോർ ചേസ് ചെയ്തെത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും 192 for 7 എന്നൊരു സ്കോർ രാജസ്ഥാൻ എത്തി. അതിൽ പേസേഴ്സിന് 2 വിക്കറ്റും സ്പിന്നേഴ്സിന് 2 വിക്കറ്റുമാണ് കിട്ടിയത്. സെക്കൻഡ് ഇന്നിങ്സിൽ പഞ്ചാബ് ബോൾ ചെയ്ത സമയത്ത് 6 വിക്കറ്റ് പേസേഴ്സിന് മാത്രമാണ് ലഭിച്ചത്. സെക്കൻഡ് കളി നോക്കുകയാണെങ്കിൽ ഡൽഹിയും രാജസ്ഥാനും തമ്മിലായിരുന്നു. അതിൽ രാജസ്ഥാൻ 199 for 4 എന്നുള്ളൊരു ഫസ്റ്റ് ബാറ്റിങ്ങിൽ എടുത്തപ്പോൾ ഡൽഹി 142.49 എന്നുള്ളതിൽ ആണ് നേടാൻ സാധിച്ചത്. പക്ഷേ രാജസ്ഥാൻ അതിൽ 57 റൺസിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സിന് 3 വിക്കറ്റ് ലഭിച്ചപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ പേസേഴ്സിന് 4 വിക്കറ്റാണ് ലഭിച്ചത്. ഫസ്റ്റ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിന് 1 വിക്കറ്റ് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് സെക്കൻഡ് ഇന്നിങ്സിൽ 5 വിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കമ്പാരിറ്റീവ്ലി ഒരു കൂടുതൽ എനിക്ക് തോന്നുന്നു വിക്കറ്റ് പോകുന്നത് സെക്കൻഡ് ഇന്നിങ്സിലാണ് വിക്കറ്റ് പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ ഹെഡ് ടു ഹെഡ് മാച്ച് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനും പഞ്ചാബും തമ്മിൽ ടോട്ടൽ 27 മാച്ചസ് കളിച്ചിട്ടുണ്ട്. അതിൽ 16 രാജസ്ഥാൻ ജയിച്ചപ്പോൾ പഞ്ചാബ് 11 മാച്ചസാണ് ജയിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 3 മാച്ചസ് രാജസ്ഥാൻ റോയൽസിന് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പഞ്ചാബിന് ലാസ്റ്റ് 2 മാച്ചസ് ഫ്രീയാണ്. സോ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എന്തായാലും അവർ പുറത്തായി. ഇത് അവരുടെ ഈ കളി വിജയിക്കുക, ലാസ്റ്റ് കളിയിൽ വിജയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. എന്നാൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ അവർ ഈ കളി ജയിക്കാനായിട്ട് മാക്സിമം അവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമമുണ്ടാവും. നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ KKRും രാജസ്ഥാനും അവരുടെ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഇന്നത്തെ മാച്ച് ജയിക്കുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ തന്നെ തുടരാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റോ സെക്കൻഡോ എന്നുള്ളൊരു ഇതാണുള്ളത്. കാരണം ഫസ്റ്റോ സെക്കൻഡോ വരുന്നവർക്ക് ഒരു മാച്ച് കൂടി ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. പ്ലേ ഓഫിൽ ഒരു മാച്ചും കൂടെ പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. സോ അവർ ആ ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഈ ഒരു കളി നടക്കുക. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ 10th സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ ഒരു കളി അവർ ജയിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുംബൈക്ക് മുകളിലോട്ടൊന്ന് കയറാൻ സാധിക്കും. 10th ലാസ്റ്റ് പൊസിഷൻ എന്നുള്ളത് മാറ്റാൻ സാധിക്കാതായിരിക്കും പഞ്ചാബിൻ്റെ ഒരു ശ്രമം. സോ നമ്മൾ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ കാഡ്മോർ ആയിരിക്കും മിക്കവാറും രാജസ്ഥാൻ
ഇറക്കുക ഓപ്പണിങ്ങിന്. കാരണം എന്ന് പറഞ്ഞാൽ ബട്ട്ലർ ഇപ്പോൾ നിലവിൽ കളിക്കുന്നില്ല. ബട്ട്ലർ തിരിച്ചു പോയിട്ടുണ്ട്. കാരണം അവർ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് അവർ ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനെല്ലാം തിരിച്ചു വിളിക്കുകയും അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് ബട്ട്ലർ തിരിച്ചു പോവുകയും ചെയ്തു. സോ ഇനിയുള്ള കളികളിൽ ബട്ട്ലർ ലഭ്യമല്ല. സോ കാഡ്മോർ ആയിരിക്കാം മിക്കവാറും ചൂസ് എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഹീസ് എ ഹിറ്റ് ആൻഡ് മിസ് പ്ലെയർ ആണ്. നല്ലൊരു സ്കോർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കാഡ്മോർ. പിന്നെ ജയ്സ്വലും നല്ലൊരു പ്ലെയർ ആണ്. കുറച്ച് കളികളായിട്ട് ജയ്സ്വൽ ഒന്ന് ഇതാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഫോമായി വരുന്നുണ്ട്. ജയ്സ്വലും ഫസ്റ്റ് ഒരു ഷോട്ടിന് ശ്രമിക്കുമ്പോഴാണ് ജയ്സ്വലും പെട്ടെന്ന് ഔട്ടായി പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അടുത്ത സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഒരു ക്യാപ്റ്റൻ എന്നതിലുപരി വിക്കറ്റ് കീപ്പറുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ആവറേജ് പെർഫോമൻസ് സഞ്ജു സാംസൺ എപ്പോഴും കാഴ്ചവെച്ച് പോകുന്നുണ്ട്. കാരണം ഒരു ഹിറ്റ് ആൻഡ് മിസ് പ്ലെയർ ആയിട്ട് വരുന്നില്ല. സോ അതുകൊണ്ട് സഞ്ജു സാംസണ് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ടീമിൽ നിലനിർത്താനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് പരാഗാണ്. പരാഗ് മുമ്പത്തെ സീസണിലെ പോലെയല്ല, ഈ ഒരു സീസണിൽ വളരെ നല്ല രീതിയിലൊരു പെർഫോമൻസ് ആണ് പരാഗ് കാഴ്ചവെച്ച് മുമ്പോട്ട് പോയിട്ടുള്ളത്. എല്ലാവരും പരാഗിനെ എടുക്കണ്ട എന്ന് പറഞ്ഞിരുന്ന സമയത്ത് പോലും ആ ഒരു ഇതിൽ നിന്ന് പരാഗ് ഒരു നല്ലൊരു പ്ലെയറായി, അല്ലെങ്കിൽ എല്ലാവരെയും പ്രശംസ പറ്റുന്ന ഒരു പ്ലെയറായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാരണം എല്ലാവരും ഇപ്പോൾ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വരെ പരാഗിനെ സെലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, പരാഗിൻ്റെ സെലക്ഷൻ പെർസെൻറ്റേജും കൂടിയിട്ടുണ്ട്. ജുറലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഫിഫ്ത്ത് പ്ലേസ് ആണ് ജുറലിനുള്ളത്. അപ്പം നമ്മുടെ ജുറൽ വരെയുള്ള മാക്സിമം കളിക്കാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം അതിനുശേഷമുള്ള കളിക്കാർക്ക് ജുറൽ ഒന്നുകിൽ ലാസ്റ്റ് ഓവേഴ്സ് ആയിരിക്കും ലഭിക്കുക, അല്ലെങ്കിൽ ജുറൽ വന്നാൽ തന്നെ ഒരു ഹിറ്റ് ആൻഡ് മിസ് പ്ലെയർ ആയിട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നൊന്ന് മാറി ജുറൽ ഇതാവേണ്ടതിരിക്കുന്നു. ഹെഡ്മേറും അത് തന്നെയാണ്. ഹെഡ്മേറിനൊക്കെ കളിക്കാൻ ചാൻസ് കിട്ടാനുള്ള വളരെ കുറവാണ്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അവർക്കാർക്കും ബാറ്റിംഗ് ചാൻസ് കിട്ടാൻ വളരെ കുറവ് തന്നെയായിരിക്കും. അശ്വിൻ ഇവിടെ 2 വിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലോറിൽ തന്നെ. സോ അശ്വിൻ നല്ലൊരു പ്ലെയർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ചാഹലും ഇവിടെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സന്ദീപ് ശർമ്മ, ആവേശ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സന്ദീപ് ശർമ്മയും ആവേശ് ഖാനും ഒരു മീഡിയം പേസ് ബൗളേഴ്സ് ആണെങ്കിൽ കൂടി അവരെ ഒരു പെർഫോമൻസിലോട്ട് ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല. നേരെ ചില കളികളിൽ നല്ലൊരു കളിച്ചിട്ടുണ്ടെങ്കിലും ചെന്ന ഒരു കൺസിസ്റ്റന്റ് പ്ലെയേഴ്സ് ആയിട്ട് വന്നിട്ടില്ല. ട്രെന്റ് ബോൾട്ടിന്റെ ഇത് പറയുകയാണെങ്കിൽ ഒരു ഓപ്പണിങ്ങിൽ ഒരു വിക്കറ്റ് കിട്ടിയാൽ, പവർ പ്ലേയിൽ വിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പോയിന്റ്സ് ലഭ്യമാകും. പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ ട്രെന്റ് ബോൾട്ടും നമുക്കൊരു പരാജയമേ കാണാൻ പറ്റും. ഇതിൽ നമ്മുടെ ഇമ്പാക്ട് പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത് ആർ പവൽ, കുൽദീപ് സെന്നിന് ചാൻസ് കുറവാണ്. എന്നിരുന്നാലും ബർഗർ ആൻഡ് ആർ പവൽ ആയിരിക്കും ഇമ്പാക്ട് പ്ലേയേഴ്സ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ. അതിൽ ഫസ്റ്റ് ഓപ്പണിംഗ് കാഡ്മോർ വരുമോ ഇല്ല എന്നുള്ളതനുസരിച്ചായിരിക്കും ബാക്കിയുള്ളത്. മഹാരാജും ഇവിടെ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം. നെക്സ്റ്റ് പഞ്ചാബ് കിങ്സിന്റെ പ്ലേയിങ് 11ആണ്. പഞ്ചാബ് കിങ്സിന്റെ പ്ലേയിങ് 11നെ കുറിച്ച് പറയുകയാണെങ്കിൽ പി സിംഗ് ആണ്. പി സിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹിറ്റ് ആൻഡ് മിസ് പ്ലെയർ ആണ്. നമുക്ക് ഫുൾ ടൈം ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും ഹിറ്റ് ആൻഡ് മിസ് പ്ലെയർ ആണ്. എന്നിരുന്നാലും ഇവിടുത്തെ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ പി സിംഗ് വളരെ നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ബാരിസ്റ്റോയും സെയിം ഒരു ഹിറ്റ് ആൻഡ് മിസ് പ്ലെയർ ആണ്. എത്ര മാച്ചുകളിൽ നമുക്ക് വിശ്വസിച്ച് എടുത്ത് ടീമിൽ ഇടാൻ പറ്റും എന്നുള്ളത് വിശ്വാസമൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു ഓപ്ഷനായി വയ്ക്കാൻ പറ്റും. പിന്നെ ഉള്ളത് റുസോ ആണ്. റുസോ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇതിലുള്ളത്, ഒരു സേഫ് ഓപ്ഷനാണ്. അതുപോലെ തന്നെയാണ് സാം കുറൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരേപോലെ പോയിന്റ് ലഭിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് സാം കുറണെ നിർത്താം. പിന്നെ അതുപോലെ ശശാങ്ക് സിംഗ് വളരെ നല്ലൊരു പ്ലെയർ ആണ്. സോ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു പോയിന്റ് ഒരു 20 to 25 അല്ലെങ്കിൽ 20 to 30, 35 ആ ഒരു സ്കോർ നമുക്ക് ശശാങ്ക് സിംഗിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ജിതേഷ് ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിതേഷ് ശർമ്മ പ്ലേയിങ് 11 ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ജിതേഷ് ശർമ്മയെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് പോയിന്റ് കൂടുതൽ കിട്ടും. കാരണം വിക്കറ്റ് കീപ്പറും കൂടെ ആയി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിക്കറ്റ് കീപ്പറിന്റെ പോയിന്റ് കൂടെ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് ജിതേഷ് ശർമ്മയെ നമുക്ക് പ്ലേയിങ് 11 ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്താം. പിന്നെ അശ്വത് ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശർമ്മയെ നമുക്ക് എപ്പം നമ്മുടെ ടീമിൽ നിലനിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഇടുന്ന ഒരു ടീമിൽ നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ഫെയിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് ശർമ്മയെ ഉൾപ്പെടുത്തി ടീം ഇടാൻ പറ്റുന്നതാണ്. കാരണം ഒരു നല്ല പ്ലെയർ ആണ്. പക്ഷേ ബാക്കിയുള്ളവർ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ശർമ്മയ്ക്ക് ബാറ്റിംഗ് ലഭിക്കത്തില്ല. ആർ ചാഹറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർ ചാഹറിന് ഇവിടെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർ ചാഹറിനെ നമുക്കിവിടെ എത്രത്തോളം ഇതാകും എന്നുള്ളത് തോന്നുന്നില്ല. പിന്നെ ഹർഷ പട്ടേൽ വിൽ ബി എ ഗുഡ് ഓപ്ഷൻ.
കാരണം ഹർഷ പട്ടേലിന് ഇവിടെ നല്ലൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റന്റ് ബൗളറും കൂടിയാണ്. സോ ഹർഷ പട്ടേലിന് എന്തായാലും മിനിമം 1 to 2 വിക്കറ്റ്സ് എന്തായാലും കിട്ടും. അതുപോലെ തന്നെയാണ് ഹർഷീപ് സിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹർഷീപ് സിംഗും ഡെപ്ത് ഓവർ ബൗളർ കൂടെ ആയതുകൊണ്ട് തന്നെ ഹർഷീപ് സിംഗിന് വിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത് കവരപ്പയാണ്. കവരപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ കവരപ്പ ഓപ്പണിംഗിൽ അതായത് ഒരു ഓപ്പണിംഗ് ടൈമിൽ വിക്കറ്റ് എടുക്കാനായിട്ട് ഫസ്റ്റ് ബാറ്റിംഗ് ബോൾ ചെയ്യുന്ന ടൈമിൽ ഓപ്പൺ ടൈമിൽ വിക്കറ്റ് എടുക്കാണ്ട് പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ പിന്നീട് അങ്ങോട്ടൊരു ഓപ്ഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഇവിടെ നല്ലൊരു ബാറ്റിംഗ് പിച്ച് കൂടെ ആയതുകൊണ്ട് കവരപ്പയ്ക്ക് ഇവിടെ ചാൻസ് വളരെ കുറവായിരിക്കും. എൻ ഇല്ലിസ് ഇവിടെ നിന്ന് കളിക്കുകയാണ് എങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. എൻ ഇല്ലിസ് മിനിമം 1 to 2 വിക്കറ്റ്സ് എന്തായാലും എടുക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് നമ്മൾ ബെസ്റ്റ് പിക്സ് ആണ് നോക്കുന്നത്. ബെസ്റ്റ് പിക്സ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് നമ്മുടെ ആറിന്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയ്സ്വൽ, സഞ്ജു സാംസൺ, ആർ പരാഗ്, അതുപോലെ അശ്വിൻ, എസ് ശർമ്മ, ചാഹൽ, ബർഗർ ആണ്. അതുപോലെ പഞ്ചാബ് കിങ്സിന്റെ നോക്കുകയാണെങ്കിൽ പി സിംഗ്, ബാരിസ്റ്റോ, റുസോ, ശശാങ്ക് സിംഗ്, എസ് കുരൻ, എച്ച് പട്ടേൽ, ഹർഷീപ് സിംഗ് ഇവരായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ നോക്കുകയാണെങ്കിൽ ജയ്സ്വൽ, സാംസങ്, പരാഗ് ആയിരിക്കും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ബെസ്റ്റ് ഓപ്ഷൻസ് ഇൻ ആർ. ആൻഡ് പഞ്ചാബിൽ റുസോ ആൻഡ് കുരൻ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ പിക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് അതായത് സെലക്ഷൻ കുറവുള്ള ടീം പ്ലേയേഴ്സ് ആണ്. പി സിംഗ്, ജുറൽ, അഭിഷേക് ശർമ്മ, അശോക് ശർമ്മ ആൻഡ് എൻ ഇല്ലിസ് ആൻഡ് ബർഗർ. അപ്പം ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജുറലിനെയും എ ശർമ്മയും ഉൾപ്പെടുത്തിയിട്ട് കാര്യമുള്ളൂ. നമ്മുടെ ടീം നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഒരു ബെസ്റ്റ് പിക്ക് ടീം എന്ന് പറയുന്നത്. വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ, ബാരിസ്റ്റോ, അതുപോലെ പി സിംഗ്, ബാറ്റ്സ്മാൻ ആയിട്ട് ജയ്സ്വൽ, റുസോ, ഓൾറൗണ്ടേഴ്സായിട്ട് പരാഗ്, സാം കുരൻ, ഹർഷ പട്ടേൽ, അശ്വിൻ, ബൗളേഴ്സായിട്ട് ഹർഷീപ് സിംഗ്, എൻ ബർഗർ. ഇതിൽ പിന്നെ നമുക്ക് ഓപ്ഷൻസ് ആറിലെ ഓപ്ഷൻസ് ആയിട്ട് ഇടാൻ പറ്റുന്നത് കാഡ്മോർ, ചാഹൽ, സന്ദീപ് ശർമ്മയാണ്. അതുപോലെ പഞ്ചാബിൽ നിന്ന് ശശാങ്ക് സിംഗ് ആണ്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഇടാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ബാരിസ്റ്റോ, സിമ്രാന് പകരം നമുക്ക് ഇപ്പോൾ നമ്മുടെ രാജസ്ഥാനെയാണ് ഫുൾ സപ്പോർട്ട് ചെയ്ത് രാജസ്ഥാൻ വിൻ ചെയ്യും എന്നുള്ളൊരു ഓപ്ഷനിലാണ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ബാരിസ്റ്റോയ്ക്ക് പകരം കാഡ്മോറിനെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സിമ്രാൻ സിംഗിന് പകരം ശശാങ്ക് സിംഗിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ഓപ്ഷൻസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുരണിന് പകരം വേണമെങ്കിൽ ചാഹലിനെയോ സന്ദീപ് ശർമ്മയോ ആഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഹെവി ഓപ്ഷനാണ്, റിസ്കി ഓപ്ഷനാണ്, പക്ഷേ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അല്ലെങ്കിൽ ആർ അശ്വിന് പകരം ചാഹലിനെ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos and updates. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. താങ്ക് യു.